നമസ്കാരം സുഹൃത്തുക്കളെ, ജീനി ട്വിസ്റ്റത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പുരാണ കഥകളുമായി ബന്ധപ്പെട്ട തൃപ്പങ്ങോട് ശിവക്ഷേത്രം പഴമയും മഹാത്മ്യവും കൊണ്ട് കേരളത്തിലെ പ്രസിദ്ധങ്ങളായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. പരശു ആയുധമാക്കിയ ഭാർഗവപുത്രൻ പരശുരാമനാൽ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ശ്രീ പരമശിവൻ യമദേവനായ കാലൻ്റെ കഥ കഴിച്ച സ്ഥലമാണിത്. ചരിത്രപ്രസിദ്ധമായ ഈ ക്ഷേത്രം മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തൃപ്പങ്ങോട് ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാതാപസനായ മൃഗണ്ടു മഹർഷി സന്താനഭാഗ്യത്തിനു വേണ്ടി പരമശിവനെ തപസ് ചെയ്തു. സംപ്രീതനായ ഭഗവാൻ മഹർഷിക്ക് മുന്നിൽ പ്രത്യക്ഷനായി. അല്പായുസ്സും ബുദ്ധിമാനുമായ മകൻ വേണോ, ദീർഘായുസ്സും അല്പബുദ്ധിയുമായ മകനെ വേണോ എന്ന് ഭഗവാൻ ചോദിച്ചു. മൃഗണ്ടു മഹർഷി അല്പായുസ്സും ബുദ്ധിമാനുമായ പുത്രനെയാണ് ആവശ്യപ്പെട്ടത്. വരം കൊടുത്ത് ഭഗവാൻ അപ്രത്യക്ഷനായി. അങ്ങനെ ജനിച്ച ശിവഭക്തനായ പുത്രനാണ് മാർക്കണ്ഡേയൻ. ചെറുപ്പം മുതലേ അതീവ ശിവഭക്തനായ മാർക്കണ്ഡേയൻ തൻ്റെ അല്പായുസിൻ്റെ രഹസ്യം അച്ഛനമ്മമാരിൽ നിന്ന് മനസ്സിലാക്കി ശിവഭജനം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ആയുസ് തീരാറായി. 16ാമത് വയസ്സിലെ അവസാന ദിവസം കാലിനെ കണ്ട് ഭയന്നോടിയ മാർക്കണ്ഡേയൻ തിരുനാവായ നാമാമുകുന്ദ ക്ഷേത്രത്തിലേക്ക് ഓടിക്കയറി. തൃപ്പങ്ങോടേക്ക് പോയിക്കോളൂ, മഹാദേവൻ രക്ഷിക്കും എന്നൊരശരീരി ക്ഷേത്രത്തിൽ നിന്നും കേട്ട മാർക്കണ്ഡേയൻ ഉടനടി തൃപ്പങ്ങോട്ടേക്ക് ഓടുവാൻ തുടങ്ങി. കാലപാശവുമായി കാലനും പിന്തുടർന്നു. അത്യന്തം ദയനീയവും അതിലുപരിയായ ഭക്തി പാരവശ്യവും കണ്ട് ക്ഷേത്രവഴിയിലെ കൂറ്റൻ പേരാൽ മരം പോലും പിളർന്ന് വഴിമാറിക്കൊടുത്തു. പേരാലിനെ ചുറ്റിയോടുമ്പോൾ സമയം അതിക്രമിച്ച് കാലപാശത്തിൽ പെടാതിരിക്കാനാണ് തന്നാൽ കഴിയുന്ന ഉപകാരം പേരാൽ ചെയ്തത്. അവിടെ നിന്നും ഓടി തൃപ്പങ്ങോട് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ഇന്ന് കാണുന്ന വടക്ക് കിഴക്കേ മൂലയിൽ പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്ന ശിവലിംഗത്തിൽ മരണവെപ്രാളത്തോടെ മാർക്കണ്ഡേയൻ കെട്ടിപ്പിടിച്ചു. അതേ നിമിഷത്തിലാണ് കാലൻ തൻ്റെ മരണപാശം മാർക്കണ്ഡേയനെ ലക്ഷ്യമാക്കി ചുഴറ്റിയെറിഞ്ഞത്. എറിഞ്ഞ പാശം മാർക്കണ്ഡേയന് മീതെയും കെട്ടിപ്പിടിച്ച ശിവലിംഗത്തിലുമായി കുരുങ്ങി. ശിവലിംഗത്തിൽ പാശം പെട്ടതറിയാതെ കാലൻ ശക്തിയായി വലിച്ചു. തൻ്റെ മേലെ കാലപാശമെറിഞ്ഞ കാലന് മുന്നിൽ സംഹാരരുദ്രനായ ശ്രീ പരമശിവൻ ഉഗ്രകോപത്തോടെ പ്രത്യക്ഷപ്പെട്ട് തൃശൂലത്താൽ കാലനെ വധിച്ചു. അങ്ങനെ തൻ്റെ ഭക്തനായ മാർക്കണ്ഡേയനെ ഭഗവാൻ രക്ഷിച്ചു. അങ്ങനെയാണ് ഭൂമിയിൽ കാലനില്ലാത്ത കാലം സംജാതമായതെന്ന് ഐതിഹ്യം പറയുന്നു. കാലനെ വധിച്ചതിന് ശേഷം 3 ചുവടുകൾ വെച്ച് 4ാമത് സ്ഥലത്ത് കുടികൊള്ളുന്നതിനാൽ തൃപ്പാദങ്ങൾ വെച്ച ഈ 3 സ്ഥലത്തും ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മുനികുമാരൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച സ്ഥലം മൂലസ്ഥാനമായി കാരണത്തിൽ ശിവൻ എന്ന പേരിൽ തുടരുന്നു. മൂർത്തി സങ്കല്പത്തിലുള്ള നന്ദികേശ്വരൻ നമസ്കാര മണ്ഡപത്തിലുണ്ട്. കിഴക്കേ നടയിൽ മുൻപുണ്ടായിരുന്ന നടുപിളർന്ന ആൽമരം ഇപ്പോഴില്ല. കാലസംഹാരത്തിന് ശേഷം സംഹാരരുദ്രൻ ഒരു വൃദ്ധ മാനുഷരൂപം പൂണ്ട് കുളത്തിലിറങ്ങി ജലം കോരി ശിരസിൽ ഒഴിക്കുന്നത് ഒരു വിപ്രബാലൻ കണ്ടു. പ്രായാധിക്യത്താൽ സ്നാനം ചെയ്യാൻ വിഷമിക്കുന്നത് പോലെ തോന്നിയ വൃദ്ധനെ വിപ്രബാലൻ സഹായിക്കാൻ തയ്യാറായി. അദ്ദേഹം അവനെ അനുവദിച്ചു. അനന്തരം അവനോട്, ഇനി തന്നെ ഇവിടെ കാണാൻ കഴിയാത്ത പക്ഷം ഇവിടെ കാണുന്ന ശിവലിംഗത്തിൽ മുടങ്ങാതെ ശംഖാഭിഷേകം കഴിക്കണമെന്ന് അരുളി ചെയ്തു. ശംഖാഭിഷേകത്തിനുള്ള രഹസ്യ തത്വങ്ങൾ അവനെ ഉപദേശിച്ചു. ഇപ്രകാരം നിയോഗിതനായ വിപ്രബാലൻ്റെ പിന്മുറക്കാരാണത്രേ കൽപ്പുഴ നമ്പൂതിരിമാർ. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള ക്ഷേത്രത്തിൽ രാവിലെ 4 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 4 മണി തൊട്ട് രാത്രി 9 മണി വരെയും നട തുറന്നിരിക്കും. താന്ത്രിക കർമ്മങ്ങൾ വടക്കേടത്ത് തെക്കേടത്ത് എന്നീ കൽപ്പുഴ നമ്പൂതിരിമാരിൽ നിക്ഷിപ്തമാണ്. ശംഖാഭിഷേകമാണ് പ്രധാന വഴിപാട്. ക്ഷേത്രകുളത്തിലെ ജലം വലംപിരി ശംഖിൽ നിറച്ച് ശിവലിംഗത്തിൽ അഭിഷേകം നടത്തുന്നു. ധാര, മൃത്യുഞ്ജയ ഹോമം, ഉമാമഹേശ്വര പൂജ, സന്താനലബ്ധിക്കായി കുട്ടിയും തൊട്ടിലും സമർപ്പണം, പിൻവിളക്ക്, കതിനവെടി എന്നിവയും വഴിപാടുകളിൽപ്പെടുന്നു. മൃത്യുഞ്ജയ സന്നിധി ആയതുകൊണ്ട് ദീർഘായുസിനു വേണ്ടിയുള്ള വഴിപാടുകളാണ് കൂടുതലും നടക്കുന്നത്. പ്രധാന ആഘോഷം ധനുമാസത്തിലെ കൊടിയേറ്റ് ഉത്സവം, അഷ്ടമിരോഹിണി, പ്രതിഷ്ഠാദിനം, ശിവരാത്രി എന്നിവയാണ്.
ശിവരാത്രിയോടനുബന്ധിച്ചുള്ള 3 ദിവസം ഉത്സവാഘോഷങ്ങൾ നടത്തപ്പെടുന്നു. ഇടവമാസത്തിലെ പുണർദം നാളാണ് പ്രതിഷ്ഠാദിനമായി ആഘോഷിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്പങ്ങോട് ശിവക്ഷേത്രം. പുരാണ കഥകളുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രം മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തൃപ്പങ്ങോട് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. കാലസംഹാരമൂർത്തി സങ്കല്പത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കൂടാതെ വേറെയും 4 ശിവപ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ഉപദേവതകളായി പാർവതീദേവി, ഗണപതി ഭഗവാൻ, ദക്ഷിണാമൂർത്തി സ്വാമി, മഹാവിഷ്ണു, ശ്രീകൃഷ്ണസ്വാമി, അയ്യപ്പസ്വാമി, വേട്ടയ്ക്കൊരു മകൻ, ഭദ്രകാളീദേവി, ബ്രഹ്മരക്ഷസ് എന്നിവർക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളുണ്ട്. ധനുമാസത്തിൽ തിരുവാതിര ആറാട്ടായി 8 ദിവസത്തെ ഉത്സവവും കുംഭമാസത്തിലെ മഹാശിവരാത്രിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രമാണിത്. 6 ഏക്കറോളം വരുന്ന അതിവിശാലമായ ക്ഷേത്രപ്പറമ്പാണ് തൃപ്പങ്ങോട് ശിവക്ഷേത്രത്തിനുള്ളത്. പടിഞ്ഞാറു ഭാഗത്തേക്കാണ് ക്ഷേത്ര ദർശനം. പടിഞ്ഞാറും കിഴക്കും 2 ഇരുനില ഗോപുരങ്ങളുമുണ്ട്. പടിഞ്ഞാറു ഭാഗത്ത് വെള്ളോട്ട് പാടശേഖരങ്ങളാണ്. ക്ഷേത്രപ്പറമ്പിനെ ചുറ്റി വലിയ ആനപ്പള്ള മതിൽ പണിതിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നിലയിൽ ആനക്കൊട്ടിൽ പണിതിരിക്കുന്നു. കിഴക്കേ നടയിലെ ഗോപുരത്തിന് നേരെ മുന്നിൽ വലിയ ഒരു ആൽമരമുണ്ട്. ഇതിൻ്റെ സ്ഥാനത്ത് മുമ്പ് ഒരു ആൽമരമുണ്ടായിരുന്നു. അത് മാർക്കണ്ഡേയൻ്റെ ഐതിഹ്യ മാഹാത്മ്യത്തെ അനുസ്മരിക്കും വിധത്തിൽ ഒരു വശം പിളർന്ന നിലയിലായിരുന്നു. 1970കളിൽ ഒരിക്കൽ അത് വെട്ടിമാറ്റി. ക്ഷേത്ര മതിലകത്തും ധാരാളം ആൽമരങ്ങളുണ്ട്. ത്രിമൂർത്തി സാന്നിധ്യമുള്ള പുണ്യവൃക്ഷമായി അരയാലിനെ കണ്ടുവരുന്നു. അതിൻ പ്രകാരം അരയാലിൻ്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് മഹാവിഷ്ണുവും താഴെ പരമശിവനും സ്ഥിതി ചെയ്യുന്നു. കൂടാതെ ശൈവ സാന്നിധ്യമായി ഇലഞ്ഞിയും ക്ഷേത്രത്തിൽ വളരുന്നു. ക്ഷേത്ര മതിലകത്ത് പടിഞ്ഞാറേ നടയിൽ ഒരു പഞ്ചലോഹ കൊടിമരമുണ്ട്. സാമാന്യം ഉയരമുള്ള കൊടിമരമാണിത്. ഭഗവദ്വാഹനമായ നന്ദിയെ ശിരസിലേറ്റിക്കൊണ്ട് അത് ഉയർന്നു നിൽക്കുന്നു. കൊടിമരത്തിനപ്പുറത്ത് ബലിക്കൽപുരയാണ്. വലിയ ബലിക്കല്ലിനും സാമാന്യം വലിപ്പമുണ്ട്. ഏകദേശം ഒരാൾ പൊക്കം വരും. അതിനാൽ പുറത്തുനിന്ന് നോക്കിയാൽ ശിവലിംഗം കാണാൻ കഴിയില്ല. ബലിക്കൽപുരയുടെ മച്ചിൽ ബ്രഹ്മാവിൻ്റെയും അഷ്ടദിക്പാലരുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആൽമര ചുവട്ടിൽ ഏതാനും സ്വയംഭൂ ശിലകളുണ്ട്. ഇവയുടെ നേരെ മുന്നിൽ ഒരു ചെറിയ തീർത്ഥക്കുളം കാണാം. അഭിഷേകത്തിനും നിവേദ്യത്തിനും ഇതിലെ വെള്ളമാണ് എടുക്കുന്നത്. അതിനാൽ ക്ഷേത്രത്തിൽ കിണർ കുഴിച്ചിട്ടില്ല. ഇതിനപ്പുറത്ത് താരതമ്യേന വലിയ കുളങ്ങളുണ്ട്. അവ ശാന്തിക്കുളം എന്നും വെള്ളോട്ടുകുളം എന്നും അറിയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ കാരണത്തിൽ ശിവക്ഷേത്രം ഈ കുളങ്ങളിലേക്ക് ദർശനമായാണ് ഇരിക്കുന്നത്. ചതുരാകൃതിയിൽ 2 നിലകളോടുകൂടിയ ഒരു ചെറിയ ശ്രീകോവിലാണ് കാരണത്തിൽ ക്ഷേത്രത്തിനുള്ളത്. ഇവിടെയാകണം പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടാവുക. അത്യുഗ്രമൂർത്തിയാണ് കാരണത്തിലപ്പൻ എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. അതിനാൽ ഉഗ്രത കുറയ്ക്കുക എന്ന സങ്കല്പത്തിലാകണം കുളം കുഴിച്ചിട്ടുണ്ടാവുക. ക്ഷേത്രമതിലിന് പുറത്ത് വടക്കുഭാഗത്ത് ഒരു ഭീമൻ കുളവുമുണ്ട്. ഇത് പിൽക്കാലത്ത് കുഴിച്ചതാണ്. അസാമാന്യ വലുപ്പമുള്ള ഈ കുളം പൊതു ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു. ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴി മുഴുവൻ കരിങ്കല് പാകിയതാണ്. ഇതിനകത്ത് നാലമ്പലത്തിൻ്റെ വടക്കുഭാഗത്ത് ഒരു ചെറിയ ചതുര ശ്രീകോവിലുണ്ട്. മഹാവിഷ്ണുവാണ് ഇവിടത്തെ പ്രതിഷ്ഠ. പടിഞ്ഞാറോട്ട് ദർശനം വരുന്ന അപൂർവ മഹാവിഷ്ണു ക്ഷേത്രമാണിത്. നാവാമുകുന്ദനായാണ് സങ്കല്പം. ഇതിനെ വടക്ക് കിഴക്കും കാരണത്തമ്പലത്തിൻ്റെ തെക്കു പടിഞ്ഞാറുമായി അതാത് ക്രമത്തിൽ 3 ശ്രീകോവിലുകൾ കാണാം. 2 ചതുര ശ്രീകോവിലുകളും ഒരു വട്ട ശ്രീകോവിലുമാണ് ഇവിടെ ഉള്ളത്. 3ലും പരമശിവൻ തന്നെയാണ് പ്രതിഷ്ഠ. ഇവ മാർക്കണ്ഡേയനെ രക്ഷിച്ച ശേഷം ഭഗവാൻ വെച്ച ഓരോ ചുവടുകളായി കണക്കാക്കി വരുന്നു. ഇവയ്ക്ക് നേരെ പുറകിൽ 2 ചെറിയ ശ്രീകോവിലുകളിൽ വേട്ടയ്ക്കൊരു മകനും ഭദ്രകാളിയും സാന്നിധ്യമരുളുന്നു. ഇവർക്ക് ആൾരൂപത്തിൽ വിഗ്രഹങ്ങളില്ല. തെക്ക് കിഴക്കു ഭാഗത്ത് ഒരു ആൽത്തറയിൽ മാർക്കണ്ഡേയ സ്മരണയിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്ത് ദേവസ്വം ഓഫീസ് അടക്കമുള്ള സ്ഥാപനങ്ങളാണ്. തെക്കുഭാഗത്തെ പ്രദക്ഷിണ വഴിക്കകത്ത് അയ്യപ്പസ്വാമി കുടികൊള്ളുന്നു. മഹാവിഷ്ണു പ്രതിഷ്ഠയുടെ നേരെ എതിർഭാഗത്താണ് അയ്യപ്പ പ്രതിഷ്ഠ. ചെറിയൊരു ചതുര ശ്രീകോവിൽ തന്നെയാണ് ഇവിടെയുമുള്ളത്.
പടിഞ്ഞാറോട്ടാണ് അയ്യപ്പസ്വാമിയുടെയും ദർശനം. ഇതിനടുത്ത് ഒരു കരിങ്കൽ രൂപമുണ്ട്. പ്രധാന മൂർത്തിയായ മൃത്യുഞ്ജയൻ്റെ മനുഷ്യരൂപത്തിലുള്ള ആവിഷ്കാരമാണിത്. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിനിടയിൽ ഇതിന് ചില കേടുപാടുകൾ പറ്റി. അതേ രൂപത്തിലാണ് ഇന്നും ഇത് നിലനിൽക്കുന്നത്. തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ കുടികൊള്ളുന്നു. ഗോശാല കൃഷ്ണനാണ് ഇവിടെ ഭഗവാൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഗോശാലയുടെ ആകൃതിയിലാണ് ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്കോട്ടാണ് ദർശനം. ഇതിന് തൊട്ടു വടക്കുഭാഗത്ത് രക്ഷസുകളുടെ പ്രതിഷ്ഠയുണ്ട്. പണ്ടെന്നോ കൊല്ലപ്പെട്ട ചില ഭക്തരുടെ ആത്മാക്കളാണ് രക്ഷസുകൾ. ഇവയ്ക്കപ്പുറത്ത് മറ്റൊരു കുളമുണ്ട്. കാലവധത്തിനു ശേഷം ഭഗവാൻ ശൂലം കഴുകിയത് ആ കുളത്തിലാണെന്ന് വിശ്വസിച്ചു വരുന്നു. ഇതിൻ്റെ തെളിവായി ഏറെക്കാലം രക്തവർണ്ണാങ്കിതമായി കിടന്ന ഈ കുളം 2007 വൃത്തിയാക്കിയത്. ആരും ഈ കുളത്തിൽ കുളിക്കാറില്ല. കേരളത്തിൽ അത്യപൂർവമായ ഗജപൃഷ്ഠാകൃതിയിൽ 2 നിലകളോടെ പണിതീർത്തതാണ് ഇവിടുത്തെ ശ്രീകോവിൽ. സാമാന്യം വലിപ്പമുള്ള ശ്രീകോവിലാണിത്. കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിൻ്റെ 2 നിലകളിലും ചെമ്പു മേഞ്ഞിട്ടുണ്ട്. ഏറ്റവും മുകളിൽ 3 സ്വർണ്ണ താഴികക്കുടങ്ങൾ ശോഭയോടെ നിലനിൽക്കുന്നു. ശ്രീകോവിലിനകത്തേക്ക് കടക്കാൻ 3 കരിങ്കൽ പടികളും കാണാം. ഇവ ഇന്ന് പിച്ചളയിൽ പൊതിഞ്ഞ് സ്വർണം പൂശിവെച്ചിരിക്കുന്നു. ശ്രീകോവിലിലെ വാതിലും ഇതുപോലെ സ്വർണം പൂശിയിരിക്കുകയാണ്. ഇതിന് ഇരുവശത്തും ദ്വാരപാലകരുണ്ട്. ശ്രീകോവിലിനകത്ത് 3 മുറികളുണ്ട്. കിഴക്കേ അറ്റത്താണ് ശിവലിംഗം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം. 3 അടിയോളം പൊക്കം വരുന്ന സ്വയംഭൂവായ ശിവലിംഗം പടിഞ്ഞാറോട്ട് അഭിമുഖമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സ്വയംഭൂലിംഗമായതിനാൽ യാതൊരുവിധ മിനുക്കുപണികളും നടത്തിയിട്ടില്ല. ഒപ്പം വിഗ്രഹപീഠം മുകളിലൂടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പരമശിവന് പ്രിയപ്പെട്ടതായി പറയപ്പെടുന്ന കൂവളമാല, തുമ്പപ്പൂമാല, രുദ്രാക്ഷമാല എന്നിവ കൊണ്ട് ശിവലിംഗത്തിൻ്റെ 3/4 ഭാഗവും മറഞ്ഞിട്ടുണ്ടാകും. വിശ്വപ്രകൃതിയുടെ തേജസ്സിനെ പൂർണ്ണമായി ആവാഹിച്ചുകൊണ്ട് കാലാന്തകനായ ഭഗവാൻ മഹാശിവലിംഗമായി തൃപ്പങ്ങോട്ട് വാഴുന്നു. ശ്രീകോവിലിന് ചുറ്റും നിരവധി ദാരുശില്പങ്ങളുണ്ട്. മിക്ക പുരാണകഥകളും ദേവതാരൂപങ്ങളും അവയിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. തെക്കുഭാഗത്തേക്ക് ചെറിയൊരെടുപ്പും അതിനകത്ത് ചെറിയൊരു മുറിയും ഈ ശ്രീകോവിലുണ്ട്. പാർവതീദേവിയാണ് ഇവിടെ പ്രതിഷ്ഠ. ഭഗവാന്റെ വാമഭാഗത്തിലിരിക്കുന്ന ഭഗവതിയായാണ് ഇവിടെ സങ്കല്പം. ഇത് പിൽക്കാലത്ത് വന്ന പ്രതിഷ്ഠയാകാനാണ് കൂടുതൽ സാധ്യത. എങ്കിലും മംഗല്യ സൗഭാഗ്യത്തിന് പാർവതീദേവിയെ ഇവിടെ വന്ന് തൊടുന്നത് പരമപവിത്രമായി കണ്ടുവരുന്നു. വടക്കുവശത്ത് ഗംഗാസങ്കല്പത്തിൽ ഓവ് അതിമനോഹരമായി നിർമ്മിച്ചിട്ടുണ്ട്. ശിവക്ഷേത്രമായതിനാൽ ഇതിനപ്പുറം പ്രദക്ഷിണം പാടില്ല. വിസ്തീർണമുള്ള നാലമ്പലമാണ് ഇവിടെ ഉള്ളത്. ഓടുമേഞ്ഞതാണ് ഇവിടുത്തെ നാലമ്പലം. ഇതിൻ്റെ പുറം ചുവരുകൾ വിളക്കുമാടമായി ഉപയോഗിച്ചു വരുന്നു. പടിഞ്ഞാറേ നടയിലൂടെ നാലമ്പലത്തിനകത്ത് കടക്കുമ്പോൾ ഇരുവശത്തുമായി വാതിൽമാടങ്ങൾ കാണാം. ഭക്തർ നാമജപത്തിനും വിശ്രമത്തിനും ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണിവ. തെക്കേ വാതിൽമാടത്തിൽ ഹോമപ്പുരയും വടക്കേ വാതിൽമാടത്തിൽ പാട്ടുപുരയും സ്ഥിതി ചെയ്യുന്നു. നാലമ്പലത്തിനകത്ത് തെക്ക് കിഴക്കേ മൂലയിൽ പതിവ് പോലെ തിടപ്പള്ളിയാണ്. ഇവിടെ ക്ഷേത്രത്തിൽ കിണറില്ല. അതിനാൽ പുറത്തെ കുളത്തിൽ നിന്നാണ് അഭിഷേകത്തിനും നിവേദ്യത്തിനും വെള്ളമെടുക്കുന്നത്. തെക്കു പടിഞ്ഞാറേ മൂലയിൽ പ്രത്യേകം ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ഗണപതി ഭഗവാൻ സാന്നിധ്യമരുളുന്നു. സാധാരണ ക്ഷേത്രങ്ങളിലേതുപോലെ തന്നെയാണ് ഇവിടെയും വിഗ്രഹം. ഗണപതിക്ക് സമീപത്ത് ദക്ഷിണാമൂർത്തിയുമുണ്ട്. ഹൈന്ദവ വിശ്വാസപ്രകാരം പരമശിവന്റെ സന്യാസരൂപമായി കണക്കാക്കപ്പെടുന്ന രൂപമാണ് ദക്ഷിണാമൂർത്തി സ്വാമി. സാധാരണയായി തെക്കോട്ട് ദർശനം നൽകുന്ന ദക്ഷിണാമൂർത്തി ഇവിടെ കിഴക്കോട്ടാണ് ദർശനം നൽകുന്നത് എന്നൊരു പ്രത്യേകതയും ക്ഷേത്രത്തിലുണ്ട്. വിദ്യാലാഭത്തിനും ബുദ്ധിശക്തിക്കും ദക്ഷിണാമൂർത്തിയെ വന്ദിക്കുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. പതിവ് പോലെ നാലമ്പലത്തിൽ ഒത്ത മധ്യത്തിലാണ് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിനു ചുറ്റും ദേവന്റെ ഭൂതഗണങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകളുമുണ്ട്. അഷ്ടദിക്പാലകർ: കിഴക്ക് ഇന്ദ്രൻ, തെക്ക് കിഴക്ക് അഗ്നി, തെക്ക് യമൻ, തെക്ക് പടിഞ്ഞാറ് നിര്യതി, പടിഞ്ഞാറ് വരുണൻ, വടക്ക് പടിഞ്ഞാറ് വായു, വടക്ക് കുബേരൻ, വടക്ക് കിഴക്ക് ഈശാനൻ. സപ്തമാതൃക്കൾ: ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വാരാഹി, കൗമാരി, ചാമുണ്ഡി. ഗണപതി, വീരഭദ്രൻ, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, ബ്രഹ്മാവ്, അനന്തൻ, ദുർഗാദേവി, നിർമാല്യധാരി, ഇവിടെ ചണ്ഡികേശ്വരൻ തുടങ്ങിയ മൂർത്തികളാണ് ഇവിടെ ബലിക്കലുകളായി കുടികൊള്ളുന്നത്. ശീവേലി സമയത്ത് ഇവിടങ്ങളിൽ ബലി തൂകുന്നു. പ്രധാന ശ്രീകോവിലിൻ്റെ നേരെ മുന്നിൽ അതിവിശാലമായ നമസ്കാര മണ്ഡപം സ്ഥിതി ചെയ്യുന്നു. 16 കാലുകളാണ് ഇവിടെ മണ്ഡപത്തിനുള്ളത്.
ഇതിലിരുന്നാണ് ബ്രാഹ്മണർ ശ്രീരുദ്രമന്ത്രവും ശിവസഹസ്രനാമവും വേദമന്ത്രങ്ങളും ജപിക്കുന്നത്. മണ്ഡപത്തിൻ്റെ മേൽക്കൂരയും ചെമ്പുമേഞ്ഞിട്ടുണ്ട്. ഇവിടെയും സ്വർണ്ണ താഴികക്കുടം കാണാം. മണ്ഡപത്തിൻ്റെ മച്ചിൽ അഷ്ടദിക്പാലരും ബ്രഹ്മാവും സാന്നിധ്യമരുളുന്നു. ഇതിനടുത്തുള്ള തൂണുകളിൽ രാമായണം, ഭാഗവതം തുടങ്ങി മിക്ക പുരാണങ്ങളിൽ നിന്നുമുള്ള കഥകൾ ദാരുശില്പങ്ങളായി ആവിഷ്കരിച്ചിട്ടുണ്ട്. മണ്ഡപത്തിൻ്റെ കിഴക്കേ അറ്റത്ത് ഭഗവദ്വാഹനമായ നന്ദിയുടെ ഒരു ശിലാവിഗ്രഹവുമുണ്ട്. നമ്മൾ നന്ദിയുടെ ചെവിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ നന്ദി അത് ഭഗവാന്റെ അടുക്കൽ ചെന്ന് പറയുമെന്നാണ് വിശ്വാസം. അതിനാൽ ധാരാളം ഭക്തർ നന്ദിയുടെ ചെവിയിൽ ആഗ്രഹങ്ങൾ പറയാറുണ്ട്. തൃപ്പങ്ങോട്ട് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ തൃപ്പങ്ങോട്ടപ്പനാണ്. അത്യുഗ്രമൂർത്തിയായ കാലാന്തകനാണ് ഇവിടെ പ്രതിഷ്ഠാസങ്കല്പം. കാലവധവുമായി ബന്ധപ്പെട്ട ഐതിഹ്യകഥയുള്ള ഈ പുണ്യക്ഷേത്രത്തിൽ 3.5 അടി പൊക്കം വരുന്ന സ്വയംഭൂലിംഗത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഭഗവാൻ കുടിയിരിക്കുന്നത്. അനാദികാലം മുതലുള്ള പൂജകൾ ഏറ്റുവാങ്ങി സംതൃപ്തനായി വിളങ്ങുന്ന ഭഗവാൻ ഭക്തരെ മരണഭയത്തിൽ നിന്നും രോഗാവശതകളിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് കാലകാലനായി മൃത്യുഞ്ജയനായി ക്ഷേത്രത്തിൽ വാഴുന്നു. ശംഖാഭിഷേകമാണ് തൃപ്പങ്ങോട്ടപ്പന് പ്രധാന വഴിപാട്. ക്ഷേത്രക്കുളത്തിൽ നിന്നെടുക്കുന്ന തീർത്ഥജലം ശംഖിൽ നിറച്ച് അത് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണിത്. തന്ത്രിയാണ് ഇത് നടത്തുന്നത്. പുലമുടക്കം ഉള്ളപ്പോൾ ഒഴികെ മറ്റെല്ലാ ദിവസവും ഇതുണ്ട്. പിൻവിളക്ക്, കൂവളമാല, ഉദയാസ്തമന പൂജ, ഉമാമഹേശ്വര പൂജ തുടങ്ങിയവയാണ് മറ്റ് പ്രധാന വഴിപാടുകൾ. നാലമ്പലത്തിന് പുറത്ത് ക്ഷേത്ര മതിലകത്തിൻ്റെ വടക്ക് കിഴക്കേ അറ്റത്താണ് ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ കാരണത്തിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 3.5 അടി ഉയരം വരുന്ന ശിവലിംഗമാണ് ഇവിടത്തെയും പ്രതിഷ്ഠ. പടിഞ്ഞാറോട്ടാണ് ദർശനം. പരശുരാമ പ്രതിഷ്ഠയായ ശിവലിംഗമാണിതെന്ന് പറയപ്പെടുന്നു. കാരണത്തിലപ്പൻ്റെ ശ്രീകോവിലാണത്രേ മാർക്കണ്ഡേയൻ കയറി പിടിച്ചത്. അത്യുഗ്രമൂർത്തിയായ കാരണത്തിലപ്പൻ്റെ ഉഗ്രതയ്ക്ക് ശമനമുണ്ടാക്കാൻ നേരെ നടയ്ക്ക് മുമ്പിൽ കുളം കുഴിച്ചിരിക്കുന്നു. ഇവിടെ ധാര നടക്കുന്നത് കാരണത്തിലപ്പൻ്റെ നടയിലാണ്. കാലപഥം കഴിഞ്ഞ് ഭഗവാൻ 3 ചുവടുകൾ വെച്ച സ്ഥാനങ്ങളിൽ പിൽക്കാലത്ത് ശിവലിംഗ പ്രതിഷ്ഠകൾ നടത്തി. ഇവരും പടിഞ്ഞാറോട്ടാണ് ദർശനം. ക്ഷേത്രത്തിലെ ഉപദേവതകൾ. പരമശിവന്റെ ശ്രീകോവിലിനോട് ചേർന്ന് തെക്കുഭാഗത്താണ് പാർവതീദേവിയുടെ പ്രതിഷ്ഠ. പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്ന ഭഗവാന്റെ വാമഭാഗത്തിൽ വരും വിധമാണ് ഇവിടെ ദേവീ സാന്നിധ്യം. 2 കൈകളോടുകൂടിയ ശിലാവിഗ്രഹമാണ് ഇവിടെ. ഏകദേശം 3 അടി ഉയരം വരും ഈ വിഗ്രഹത്തിന്. വരദാഭയമുദ്രകളാണ് 2 കൈകളിലുമുള്ളത്. പാർവതീദേവിയും പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. ദേവി ശിവസാന്നിധ്യത്തിൽ ഇരിക്കുന്നതിനാൽ സർവമംഗളകാരിണിയായ കല്യാണരൂപിണിയാണ്. ദേവിക്ക് പട്ടും താലിയും ചാർത്തുന്നതാണ് ഇവിടത്തെ പ്രധാന വഴിപാട്. ക്ഷേത്ര നാലമ്പലത്തിനകത്ത് തെക്കുപടിഞ്ഞാറേ മൂലയിൽ പ്രത്യേകം തീർത്ത ശ്രീകോവിലിലാണ് സർവവിഘ്ന വിനാശകനും ശിവപാർവതീ പുത്രനുമായ ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നത്. ഏകദേശം 2 അടി ഉയരം വരുന്ന ശിലാവിഗ്രഹമാണ് ഇവിടെ ഗണപതിക്ക്. ചതുർബാഹുവായ ഭഗവാന്റെ പുറകിലെ വലതുകൈയിൽ മഴുവും പുറകിലെ ഇടതുകൈയിൽ കയറും മുന്നിലെ ഇടതുകൈയിൽ മോദകവുമുണ്ട്. മുന്നിലെ വലതുകൈ വരദ മുദ്രാങ്കിതമാണ്. വിഘ്നേശ്വരനായ ഭഗവാന്റെ പ്രീതിക്കായി ദിവസവും ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തിവരുന്നു. ഒറ്റയപ്പം, കറുകമാല, മോദകം തുടങ്ങിയവയാണ് ഗണപതി നടയിലെ പ്രധാന വഴിപാടുകൾ. ഗണപതി പ്രതിഷ്ഠയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് ശിവസ്വരൂപമായ ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠ. സാധാരണയായി തെക്കോട്ട് ദർശനം നൽകുന്ന ദക്ഷിണാമൂർത്തി ഇവിടെ കിഴക്കോട്ട് ദർശനം നൽകുന്നത് ഒരു പ്രത്യേകതയാണ്. ദക്ഷിണാമൂർത്തി ശിവസ്വരൂപമായതിനാൽ ശിവപ്രീതികരമായ എല്ലാ വഴിപാടുകളും പ്രധാനമാണ്. ത്രിമൂർത്തികളിൽ സ്ഥിതികാരകനായ മഹാവിഷ്ണു നാലമ്പലത്തിന് പുറത്തും വടക്കേ നടയിലെ പ്രദക്ഷിണ വഴിക്കകത്തുമായി പ്രത്യേകം തീർത്ത ശ്രീകോവിലിൽ പടിഞ്ഞാറോട്ട് ദർശനമായി കുടിയിരുത്തപ്പെട്ടിരിക്കുന്നു. നാവാമുകുന്ദനായാണ് പ്രതിഷ്ഠാസങ്കല്പം. ശംഖ, ചക്ര, ഗദാ, പത്മധാരിയായി നിൽക്കുന്ന രൂപത്തിലുള്ള ഭഗവാനായാണ് ഇവിടെയും. 3 അടി ഉയരം വരുന്ന ശിലാവിഗ്രഹമാണിവിടെ. പാൽപ്പായസം, അപ്പം, അട, പുരുഷസൂക്ത പുഷ്പാഞ്ജലി, വിഷ്ണു സഹസ്രനാമർച്ചന, ചന്ദനം ചാർത്ത് തുടങ്ങിയവയാണ് ഈ നടയിലെ പ്രധാന വഴിപാടുകൾ. അർജുനനെ പരീക്ഷിച്ച് അദ്ദേഹത്തിന് പാശുപതാസ്ത്രം കൊടുക്കാനായി കിരാതവേഷം ധരിച്ച് വനവിഹാരം നടത്തിയ പാർവതീ പരമേശ്വരന്മാരുടെ പുത്രനായി വേട്ടയ്ക്കൊരു മകനെ കണ്ടുവരുന്നു. ഉഗ്രമൂർത്തിയായ വേട്ടയ്ക്കൊരു മകൻ യുദ്ധവിജയത്തിനും ശത്രുനാശത്തിനും കേരളത്തിലെ ക്ഷത്രിയർ പൂജിച്ചു വന്ന മൂർത്തിയാണ്. തൃപ്പങ്ങോട്ട് ക്ഷേത്രത്തിൽ കാരണയിൽ ക്ഷേത്രത്തിനും
ശിവപാദസ്ഥാനങ്ങൾക്കും പുറകിൽ ചെറിയൊരു ചതുര ശ്രീകോവിലിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. പടിഞ്ഞാറോട്ടായാണ് ദർശനം. അരയടി ഉയരം വരുന്ന ശിവലിംഗ സമാനമായ വിഗ്രഹത്തിലായാണ് വേട്ടയ്ക്കൊരു മകൻ്റെ സാന്നിധ്യമുള്ളത്. നാളികേരം മുടക്കിലാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. വേട്ടയ്ക്കൊരു മകൻ്റെ ശ്രീകോവിലിന് തൊട്ട് തെക്കുവശത്ത് പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഉഗ്രദേവതയായ ശ്രീ ഭദ്രകാളി ദേവിയുടെ സാന്നിധ്യം. ശിലാനിർമ്മിതമായ കണ്ണാടി ബിംബമാണ് ഇവിടെ പ്രതിഷ്ഠ. ഗുരുതി, രക്തപുഷ്പാഞ്ജലി, ഇരട്ടിപ്പായസം തുടങ്ങിയവയാണ് ഭദ്രകാളി ദേവിക്ക് പ്രധാന വഴിപാടുകൾ. നാലമ്പലത്തിന് പുറത്തും തെക്കേനടയിലെ പ്രദക്ഷിണ വഴിക്കകത്തുമായാണ് ഹരിഹരപുത്രനായ ശ്രീ അയ്യപ്പസ്വാമിയുടെ സ്ഥാനം. ചതുരാകൃതിയിൽ തീർത്ത പ്രത്യേക ശ്രീകോവിലിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് അയ്യപ്പസ്വാമി കുടികൊള്ളുന്നത്. ശബരിമലയിലേതുപോലെ തന്നെയാണ് ഇവിടെയും ഭഗവാന്റെ വിഗ്രഹം. എന്നാൽ ഇവിടെ ശിലാവിഗ്രഹമാണ്. 1.5 അടി ഉയരം വരും. യോഗസമാധിയിലിരിക്കുന്ന ഭഗവാനെ നീരാഞ്ജനം, അഷ്ടാഭിഷേകം, പുഷ്പാഭിഷേകം, നെയ്യഭിഷേകം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ക്ഷേത്രവളപ്പിൻ്റെ തെക്കുപടിഞ്ഞാറേ അറ്റത്താണ് മഹാവിഷ്ണുവിൻ്റെ പരിപൂർണ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാൻ കുടികൊള്ളുന്ന ശ്രീകോവിൽ. വലതുകൈയിൽ കാലിക്കോലും ഇടതുകൈയിൽ ഓടക്കുഴലും ചൂടിയ ഗോശാല കൃഷ്ണനാണ് ഇവിടെയുള്ളത്. അതിനാൽ ശ്രീകോവിൽ ഒരു ഗോശാലയുടെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നു. 2 അടി ഉയരം വരുന്ന മനോഹരമായ വിഗ്രഹമാണിവിടെ. കിഴക്കോട്ടാണ് ദർശനം. പാൽപ്പായസം, തൃക്കൈവെണ്ണ, കദളിപ്പഴം തുടങ്ങിയവയാണ് ശ്രീകൃഷ്ണ ഭഗവാന് പ്രധാന വഴിപാടുകൾ. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണ് തൃപ്പങ്ങോട് മഹാശിവക്ഷേത്രം. രാവിലെ 5 മണിക്ക് നട തുറക്കുന്നു. ആദ്യം നിർമ്മാല്യ ദർശനമാണ്. തുടർന്ന് അഭിഷേകം നടക്കുന്നു. അഭിഷേകത്തിന് ശേഷം മലർ നിവേദ്യമാണ്. തുടർന്ന് നടയടച്ച് ഉഷപൂജ നടത്തുന്നു. 6:15 എതിർത്ത പൂജയും ഗണപതി ഹോമവും തുടർന്ന് ശീവേലിയുമാണ്. തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്നത് ഭഗവാൻ നേരിട്ട് കാണുന്നതാണ് ശീവേലിയുടെ സങ്കല്പം. ശീവേലി കഴിഞ്ഞാൽ നവകാഭിഷേകവും തുടർന്ന് ശംഖാഭിഷേകവും ധാരയും നടക്കുന്നു. 11 മണിയോടെ ഉച്ചപൂജയും 11:30 ഉച്ച ശീവേലിയും നടത്തി 12 മണിക്ക് നടയടയ്ക്കുന്നു. വൈകിട്ട് 5 മണിക്ക് വീണ്ടും നട തുറക്കുന്നു. സന്ധ്യയ്ക്ക് സൂര്യാസ്തമയമനുസരിച്ച് ദീപാരാധന. തുടർന്ന് 7:15 അത്താഴപൂജയും 7:30 അത്താഴ ശീവേലിയും തുടർന്ന് തൃപ്പുകയും നടത്തി 8 മണിക്ക് വീണ്ടും നടയടയ്ക്കുന്നു. ക്ഷേത്രത്തിലെ തന്ത്രാധികാരം മാർക്കണ്ഡേയൻ്റെ പിന്മുറക്കാരാണെന്ന് പറയപ്പെടുന്ന കൽപ്പുഴ മനയിലെ വടക്കേടത്ത് തെക്കേടത്ത് ശാഖകൾക്കാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിൽ ശംഖാഭിഷേകം നടത്തുന്നത്. ഇന്നും ദിവസവും തന്ത്രിമാരുടെ നേതൃത്വത്തിൽ 12 പൂജയ്ക്ക് ശംഖാഭിഷേകം നടത്തുന്നു. ഇതിൻ്റെ പൂജാവിധികളും മന്ത്രങ്ങളും തന്ത്രി കുടുംബക്കാർക്ക് മാത്രമേ അറിയൂ. പുലമടക്കമുള്ളപ്പോൾ മാത്രം ശംഖാഭിഷേകം നിർത്തിവെക്കുന്നു. കാരണത്തിലപ്പന് ധാരയും വളരെ പ്രധാനമാണ്. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാട് മഹാമൃത്യുഞ്ജയ ഹോമമാണ്. കാലാന്തകനായ ഭഗവാൻ കുടികൊള്ളുന്ന ഈ ശ്രീലകത്തെ മഹാമൃത്യുഞ്ജയ ഹോമത്തിന് അതിനാൽ തന്നെ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നു. ഓം ത്രയംബകം യജാമഹേ എന്ന് തുടങ്ങുന്ന മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഇത് നടത്തുന്നത്. ദീർഘായുസ്സും ആരോഗ്യവുമാണ് ഇതിൻ്റെ ഫലം. പാർവതീദേവിക്ക് പട്ടും താലിയും ചാർത്തുന്നതും പായസം നീതിക്കുന്നതും വളരെ പ്രധാനമാണ്. ഗണപതിക്ക് ഒറ്റയപ്പം, മോദകം, കർഗമാല, ഗണേശ സഹസ്രനാമാർച്ചന, അപ്പം മൂടൽ, മഹാഗണപതി ഹോമം എന്നിവ പ്രധാനമാണ്. വെട്ടത്ത് രാജകുടുംബത്തിൻ്റെ അന്ത്യം വരെ ഭരണകർത്താവ് വെട്ടത്ത് രാജാവായിരുന്നു. തുടർന്ന് ക്ഷേത്രഭരണം നമ്പൂതിരിമാർ ഏറ്റെടുത്തു. അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം ക്ഷേത്രഭരണം കോഴിക്കോട് സാമൂതിരിപ്പാടിൻ്റെ ഉടമസ്ഥതയിലായി. ഇന്ന് മലബാർ ദേവസ്വം ബോർഡിൻ്റെ മേൽനോട്ടത്തിൽ സാമൂതിരി രാജ ട്രസ്റ്റിയായി ഭരണം നടത്തുന്നു. ഉദയാസ്തമയ പൂജ, പ്രദോഷ പൂജ, ഉമാമഹേശ്വര പൂജ, സ്വയംവര പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ അർച്ചന, ആയുർ സൂക്ത പുഷ്പാഞ്ജലി, രുദ്രസൂക്ത പുഷ്പാഞ്ജലി, കൂവളഹാര സമർപ്പണം തുടങ്ങിയവയാണ് ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന വഴിപാടുകൾ. ശിവപ്രധാനമായ ഞായർ, തിങ്കൾ, പ്രദോഷ ശനിയാഴ്ച, ജന്മനക്ഷത്ര ദിവസം, മലയാളം ഇംഗ്ലീഷ് മാസങ്ങളിലെ 1-ാം തീയതി എന്നിവ ദർശനത്തിന് പ്രധാനമായ ദിവസങ്ങളാണ്. ഉത്സവ ദിവസങ്ങൾ കൂടാതെ മഹാശിവരാത്രി, നവരാത്രി എന്നിവ അതിവിശേഷമാണ്. 25 കിലോമീറ്റർ അകലെയുള്ള കോഴിക്കോട് വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. തീവണ്ടി മാർഗമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ
തൃപ്പങ്ങോട് തിരുനാവായ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് 5 കിലോമീറ്ററാണ് ദൂരമുള്ളത്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തൃപ്പങ്ങോട് ക്ഷേത്രത്തിലെത്താം. റോഡ് മാർഗമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ തിരൂരിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള തിരൂർ ബസ് സ്റ്റാൻഡുമുണ്ട്. സുഹൃത്തുക്കളെ, ശ്രീ പരമേശ്വരൻ മൃത്യുഞ്ജയനായി തൃപ്പങ്ങോട്ടപ്പനായി വാഴുന്ന തൃപ്പങ്ങോട്ട് മഹാശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞില്ലേ? ഈ ക്ഷേത്രം സന്ദർശിക്കുന്നതിനും തൃപ്പങ്ങോട്ടപ്പൻ്റെയും മറ്റെല്ലാ ദേവന്മാരുടെയും ഉപദേവന്മാരുടെയും ഉപദേവതമാരുടെയും എല്ലാ അനുഗ്രഹം പ്രാപ്തമാക്കുന്നതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.